നമസ്കാരം, ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CBSE സിലബസിൽ കാതലായ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു. മാറ്റം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന്. ആഭ്യന്തര പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഈജിപ്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മക്കയിലെത്തി. പുണ്യനഗരിയിൽ തീർത്ഥാടകർക്കായി ഒരുക്കിയത് വിപുലമായ ആരോഗ്യ സംവിധാനങ്ങൾ. 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഉൾപ്പെടെ 27 ക്ലിനിക്കുകളും സജ്ജമായി. ദോഹ ലോകാരോഗ്യ ഉച്ചകോടി ഡിസംബറിൽ. 2 ദിവസത്തെ ഉച്ചകോടിയിൽ ആരോഗ്യരംഗത്തെ പുതിയ ഗവേഷണങ്ങളും സംവിധാനങ്ങളും പരിചയപ്പെടുത്തും. ഭീകരബന്ധം ആരോപിച്ച് മുസ്ലിം ചെറുപ്പക്കാരെ തടവിലിടരുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ. അന്യായമായി തടവിൽ പാർപ്പിച്ചവരെ വിട്ടയച്ച് നഷ്ടപരിഹാരം നൽകണമെന്നും അറസ്റ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ ഷിൻഡെ. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. യുവരാജ് സിംഗ് ടീമിൽ മടങ്ങിയെത്തി. ടീമിൽ സേവാഗിനും ഗംഭീറിനും ഇടം ലഭിച്ചില്ല. ദിനേശ് കാർത്തിക്കും പുറത്ത്. ടീമിൽ പുതുമുഖങ്ങളില്ല. BCCIയിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്രീം കോടതി. CBSE സിലബസിൽ കാതലായ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പരിഷ്കരണങ്ങൾ. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ഏതർത്ഥത്തിൽ സ്വാധീനിക്കുന്നുവെന്നാണ് ഇന്ന് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് പരിശോധിക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെയും പഠനം ആഹ്ലാദപരമാക്കുന്നതിന്റെയും ഭാഗമായാണ് CBSE സിലബസിൽ പുതിയ ചില പരിഷ്കരണങ്ങൾ നടത്താൻ അധികൃതർ തീരുമാനിച്ചത്. ഇന്ത്യക്ക് പുറമെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ CBSE സിലബസ് പിന്തുടരുന്നുണ്ട്. പുതുതായി പ്രഖ്യാപിച്ച പരിഷ്കരണത്തെക്കുറിച്ചുള്ള വിശകലനം ഗൾഫ് രാജ്യങ്ങളിലെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്ത യോഗത്തിൽ CBSE ചെയർമാൻ വിനീത് ജോഷി IAS കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. 9-10 ക്ലാസുകളിൽ തുറന്ന പാഠപുസ്തക മൂല്യനിർണ്ണയം, പ്രശ്നപരിഹാര മൂല്യനിർണ്ണയം, ഇംഗ്ലീഷ് ഭാഷാ സംസാരത്തിലുള്ള വൈദഗ്ധ്യം തുടങ്ങിയവയാണ് പ്രധാന പരിഷ്കരണങ്ങൾ. തുറന്ന പാഠപുസ്തക മൂല്യനിർണ്ണയം എന്നത് പരീക്ഷാ ഹാളിൽ പുസ്തകം ഉപയോഗിക്കാനുള്ള അവസരമാണെന്ന് അധ്യാപകർക്കിടയിൽ പോലും തെറ്റിദ്ധാരണയുണ്ടെന്ന് പറയപ്പെടുന്നു. പ്രശ്നപരിഹാര മൂല്യനിർണ്ണയം, ഇംഗ്ലീഷ് ഭാഷാ സംസാര പരിശീലനം തുടങ്ങിയവക്ക് അധ്യാപകരുടെ അധ്വാനവും ഗൾഫിൽ സ്കൂളുകളിലെ സമയപരിമിതിയും ഒരു തടസ്സമായി കരുതപ്പെടുന്നു. ഇന്ത്യൻ സ്കൂളുകളിൽ ലഭിക്കുന്നത്ര പ്രവൃത്തി സമയം ഗൾഫ് നാടുകളിലെ സ്കൂളുകളിൽ ലഭിക്കാറില്ല. പരമാവധി 180 ദിവസമാണ് പ്രവൃത്തി ദിനമായി ലഭിക്കുക. അതിൽ തന്നെ ഇസ്ലാമിക വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നതിനാൽ സമയപ്രശ്നം ഗുരുതരമാണെന്നാണ് ബന്ധപ്പെട്ടവർ കരുതുന്നത്. പുതിയ പരിഷ്കരണത്തോടെ ഓരോ വിദ്യാർത്ഥിയിലും അധ്യാപകരുടെ ശ്രദ്ധ പതിയണമെന്നത് അതിന്റെ വിജയത്തിന് അനിവാര്യമായിരിക്കുകയാണ്. പ്രായോഗിക പ്രയാസങ്ങളുണ്ടെങ്കിലും ഏറെ പ്രതീക്ഷയോടെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ പരിഷ്കരണത്തെ നോക്കിക്കാണുന്നത്. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ദുബായ്. കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരത്തിനായി CBSE വരുത്തിയ കാതലായ മാറ്റങ്ങൾ പ്രവാസ ലോകത്ത് ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബിനുമോൻ കുവൈത്തിൽ നിന്ന്, അതുപോലെ ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ K. രാധാകൃഷ്ണനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ജുവനൈൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ തത്സമയം ചേരും. ഒപ്പം ശ്രീമതി സഫിയ അൽ ഹർമൈൻ സ്കൂൾ പുതിയങ്ങാടി പ്രിൻസിപ്പൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. ആദ്യം ഡോക്ടർ ബിനുമോനിലേക്ക്. ഡോക്ടർ, വലിയ പ്രതീക്ഷയോടെയാണ് CBSE ഇത്തരമൊരു പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് ഈ പുതിയ രീതിയിൽ ഉണ്ടാകാൻ പോകുന്നത്? CBSE സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് പരിഷ്കരണങ്ങൾ ഒട്ടനവധി പരിഷ്കാരങ്ങൾ ഈ CBSE സിസ്റ്റത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. അതില് എടുത്തു പറയത്തക്കത് എന്ന് പറയുന്നത് CCEയുടെ ഇംപ്ലിമെന്റേഷൻ ആണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അപ്പൊ അത് ഒരു പരിധിവരെ ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റം കുട്ടികൾക്ക് ശരിക്കും യോജിച്ചത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. പക്ഷെ ഇതിനെ പല സ്കൂളുകളിലും വേണ്ടത്ര പരിശീലനം കൊടുക്കാത്ത അധ്യാപകർ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട് ചില രീതികളിൽ ചില കോർണറുകളിൽ ഇഫക്റ്റീവ്നെസ് കുറയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ ഒരു എക്സാമിനേഷൻ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന മാർക്കാണ് ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനമായ ഒരു അച്ചീവ്മെന്റ് എന്ന് കരുതുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സിനോറിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള അവന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ്. എല്ലാ വിധത്തിലുള്ള കഴിവുകളെയും എന്താ പറയാ പരിഷ്കരിച്ചുകൊണ്ട് അതിൽ കഴിവുകൾ കൊടുത്തുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ പ്രത്യേക സമൂഹത്തിന് യോജിച്ച തരത്തിലുള്ള കുട്ടികളെ നമ്മൾ പുറത്തിറക്കേണ്ടിയിരിക്കുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനമായ ലക്ഷ്യവും.
ജീവിതത്തിൽ വിജയം നേടുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ CC-യുടെ ഭാഗമായിട്ട് അതായത് ഒരു വിദ്യാഭ്യാസത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു കുട്ടികളുടെ എല്ലാ കഴിവുകളെയും പുറത്തെടുത്ത് കൊണ്ടുവരുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് CC ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് CBSE. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ 1 by 1 ആയിട്ട് പല പല കാര്യങ്ങൾ CBSE-യിൽ ചെയ്തു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അടുത്തിടയ്ക്ക് വന്ന കുറച്ച് 2-3 കാര്യങ്ങളിൽ ഒന്ന് ഓപ്പൺ ടെക്സ്റ്റ് ബുക്സ് ആണ്. അതുപോലെ തന്നെ പിന്നെ അസസ്മെന്റ് ഓഫ് സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പിന്നെ ഇപ്പോൾ 9ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ആരംഭിക്കുന്നു. പിന്നെ സ്കൂളുകളിലെ അക്രഡിറ്റേഷൻ ആരംഭിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മുടെ സ്കൂളുകളിലെ പഴയ കൺവെൻഷനലായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് വിഭിന്നമായി ചിന്തിക്കുകയും അതിന് സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പൊ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് CBSE ചെയ്യുന്നത്, എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന ഈ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന പിന്നെ അതായത് അസസ്മെന്റ് ഓഫ് സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ആണെന്ന് പറഞ്ഞാലും നമുക്കറിയാം ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവന്റെ ഡെവലപ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ ഒരു ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിംഗ്, റീഡിംഗ് ആണ്. അപ്പൊ ഇത് 4 കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കുട്ടിയുടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം ലിസണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ലിസണിംഗ് സ്കിൽസ് കുറവാണ് പലപ്പോഴും. അവരുടെ ലിസണിംഗ് സ്കിൽസ് അസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവർ ടെസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ ലിസണിംഗ് പലപ്പോഴും നമ്മളാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള ആളെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കാതെ ആൻസർ പറയുക. അപ്പോ ഈ ലിസണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്, ജീവിത വിജയത്തിന് പ്രധാനപ്പെട്ട. അതായത് കമ്മ്യൂണിക്കേഷൻ. തിരിച്ചുവരാം ഡോക്ടർ ബിനുമോൻ. ഡോക്ടർ അനിൽകുമാറിലേക്ക്. ഡോക്ടർ അനിൽകുമാർ, ഇപ്പോൾ ബിനുമോൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഒരു കുട്ടിയുടെ എല്ലാ വിധത്തിലുമുള്ള കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതാവണം ആ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ CBSE നടത്തുന്ന ഈ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ അത്തരത്തിലുള്ളതാണോ? വിദ്യാർത്ഥിയുടെ വെറും പുസ്തക പുഴുക്കളായി മാറ്റാതെ വിദ്യാർത്ഥിയുടെ എല്ലാ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിഷ്കരണം തന്നെയാണോ ഇപ്പോൾ CBSE ഇപ്പോൾ നടപ്പിലാക്കുന്ന ഈ പരിഷ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. എന്റെ പേര് സനിൽകുമാർ എന്നാണ്. ജുബൈൽ ഇന്ത്യൻ സ്കൂളിലെ അധ്യാപകനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഓർമ്മശക്തിയെ മാത്രം പരിശോധിക്കുന്ന ഒരു പരീക്ഷാ സമ്പ്രദായത്തിൽ നിന്നും ഒരു കുട്ടിയുടെ എല്ലാവിധ തർക്കശേഷികളും വിലയിരുത്തുന്ന ഒരു സമ്പ്രദായമാണ് CBSE ലക്ഷ്യമാക്കുന്നത്. ഒരു ക്ലാസ് റൂമിൽ കുട്ടി അധ്യാപകരോട് എങ്ങനെ പെരുമാറുന്നു, സഹപാഠികളോട് എങ്ങനെ പെരുമാറുന്നു, അവന്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു പരീക്ഷാ സമ്പ്രദായം. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് CBSE ഇത്തരം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിലാണ് ഇത് ഏറ്റവും അധികം ഇതിന്റെ പോരായ്മ സംഭവിക്കുക. കാരണം നാട്ടിൽ ഇതിന് അധ്യാപകർക്ക് വേണ്ട വർക്ക്ഷോപ്പുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും. എന്നാൽ ഗൾഫ് നാടുകളിലെ അധ്യാപകർക്ക് വേണ്ട പരിശീലന കളരികൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ. ഒരു രക്ഷകർത്താവ് പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നല്ല, കണ്ടിന്യൂസ്ലി കൺഫ്യൂസിങ് ഇവാലുവേഷൻ എന്നൊരു രക്ഷകർത്താവ് പറയുന്ന അവസ്ഥയിലേക്ക് ഈ CCE വരുന്നതിന്റെ പ്രധാന കാരണം ടീച്ചേഴ്സിൽ, അധ്യാപകരിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ്. തീർച്ചയായും ഗൾഫ് നാടുകളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിലെ അധ്യാപകർക്ക് കൃത്യമായ പരിശീലന സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു കുട്ടി സമൂഹത്തിലെ വലിയ ഏത് പ്രതിസന്ധിയോടും ഒരു പരിധി വരെ അതിനെ നേരിടാനുള്ള കഴിവ് നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു കുട്ടിക്കുണ്ട്. എന്നാൽ ഗൾഫ് നാടുകളിലെ അടച്ചു പൂട്ടിയ മുറിക്കുള്ളിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് ഒരു ചെറിയ പ്രതിസന്ധിയെ പോലും നേരിടാനുള്ള കഴിവില്ല. രക്ഷകർത്താക്കൾ ലക്ഷ്യമാക്കുന്നത് മാർക്ക് മാത്രമാണ്. 100ൽ 99 മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി, അവനോട് ചോദിക്കുന്നത് 1 മാർക്ക് എവിടെ പോയി എന്നതാണ്. ബാക്കി ആ നഷ്ടപ്പെട്ട 1 മാർക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ 99 മാർക്ക് വാങ്ങിയ അവന്റെ അധ്വാനത്തെക്കുറിച്ച്, അവന്റെ കഴിവിനെ കുറിച്ച് ഒരു അഭിനന്ദന വാക്ക് നൽകാൻ തയ്യാറാകാത്ത രക്ഷകർത്താക്കൾ. ഇപ്പൊ ഇങ്ങനെ ചില സാഹചര്യങ്ങളിലാണ് ഗ്രേഡ് സമ്പ്രദായത്തിലേക്കും ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയിലേക്കും ഒക്കെ CBSE എത്തുന്നത്. തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. കുട്ടിയുടെ എല്ലാവിധത്തിലുള്ള കഴിവുകളെയും വിലയിരുത്താനുള്ള ഒരു അവസരമാണ്. തിരിച്ചുവരാം ഡോക്ടർ സനൽകുമാർ. ശ്രീമതി സഫിയയിലേക്ക്. അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. അധ്യാപകർക്കുള്ള പരിശീലനമാണ് കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് അധ്യാപകർക്ക് കൊടുക്കേണ്ട പരിശീലനമാണ് ആദ്യം നൽകേണ്ട കാര്യം. ഇവിടുത്തെ കാര്യം എങ്ങനെയാണ്? നിങ്ങളടക്കമുള്ള അധ്യാപികമാർക്ക് ഇത്തരം പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള പരിശീലന പരിപാടികൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അതിന് പരിഷ്കരണങ്ങൾ ഇപ്പം അതിനുള്ള ട്രെയിനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞ ഒരു ആശങ്ക ഞങ്ങൾ ടീച്ചേഴ്സിന് ഇവിടെയും ഉണ്ട്.
ശരിക്കും ഇപ്പോൾ നടക്കേണ്ടത് ടീച്ചേഴ്സ് എംപവർമെൻ്റ് ആണ് ഇപ്പോൾ നടക്കേണ്ടത്. അവർക്കുള്ള ട്രെയിനിങ് ആണ് ഇപ്പം CBSEൻ്റെ ഭാഗമായിട്ട് ഈ പരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവരുമ്പം നടക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു, ഒരു ഗൾഫ് രാജ്യത്തിലുള്ള കുട്ടികൾക്ക് ഒരിക്കലും എങ്ങനെയാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇത് ഡീൽ ചെയ്യാൻ പറ്റുക, ലൈഫ് സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു പ്രയാസം അവർ പറഞ്ഞു. അതിൻ്റെ ഒരു വിലയിരുത്തലാണ് PSA എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം സോൾവിങ് അസസ്മെൻറ്റ് CBSE ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളുടെ ഇപ്പോൾ അസസ്മെൻറ്റിൽ മിക്കവാറും നമ്മൾ കാണുന്നത് പഠനത്തിൽ പിന്നോക്കം ഉള്ള കുട്ടികൾ ചിലപ്പം പ്രോബ്ലം സോൾവിങ്ങിൽ മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ ഏറെ കാണുന്നുണ്ട്. നേരെ മറിച്ച് പഠനത്തിൽ കൂടുതൽ മികവ് കാണിക്കുന്ന കുട്ടി ചിലപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിൽ നന്നായിട്ട് മികവ് കാണിക്കുന്നത് അത്ര നമ്മൾ കാണാൻ പറ്റില്ല. അപ്പോൾ സമഗ്ര വികസനമാണ് CBSE ഉദ്ദേശിക്കണമെങ്കിൽ പോലും ഈ ടീച്ചേഴ്സ് എംപവർമെൻ്റ് ആണ് ഇപ്പം പ്രധാനമായിട്ട് ഇപ്പം കാണേണ്ടത്. അത് CBSE ഇപ്പം എല്ലാ സ്കൂളുകൾക്കും നിർദ്ദേശിച്ചിട്ടുണ്ട്. RTI റൂൾ അനുസരിച്ച് ടീച്ചേഴ്സിന് ട്രെയിനിങ് കമ്പൽസറി ആണെന്ന് പറഞ്ഞിട്ട് ആ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എംപാനൽ ചെയ്തിട്ടുള്ള ഏജൻസി കൊണ്ടാണ് CBSE സ്ഥാപനങ്ങളിൽ ട്രെയിനിങ് നടത്തേണ്ടത് എന്ന് CBSE വളരെ കർശനമായിട്ട് പറയുകയും നമ്മൾ അത് ചില കോഴ്സുകളൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങൾക്കും അത് ഉൾക്കൊള്ളാനോ അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലല്ലാതെ ഞങ്ങൾക്ക് CBSEയിൽ ഒരു സഹോദയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലസ്റ്ററുണ്ട്. ആ ക്ലസ്റ്ററിൽ പ്രിൻസിപ്പൽസിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്, അവിടെയാണ് ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ. അപ്പോൾ അത് ഞങ്ങൾ CBSEൻ്റെ ഹെൽപ്പോടെ തന്നെ എംപാനൽഡ് ഏജൻസീസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടെ ഞങ്ങൾ ലോക്കലി അത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഓരോ വിധത്തിലുള്ള ട്രെയിനിങ്ങുകളിൽ നടന്നു വരുന്നുണ്ട്. എന്നാൽ പോലും ടീച്ചേഴ്സ് എംപവർമെൻ്റ് ആണ് ശരിക്കും വേണ്ടത് നമ്മളുടെ ഈ ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് കാണുന്നത്. ടീച്ചറിലേക്ക് തിരിച്ചു വരാം. ഒരിക്കൽ കൂടി ഡോക്ടർ ബിനുമോനിലേക്ക്. ഡോക്ടർ ബിനുമോൻ, ഇവിടെ ടീച്ചർ എംപവർമെൻ്റ് ആണ് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞു. ഇവിടെ അധ്യാപകമാർക്കുള്ള പരിശീലനം പുരോഗമിക്കുന്നു. ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൽ ഏറെക്കുറെ അങ്കലാപ്പുള്ളത് പ്രവാസത്തുള്ള അധ്യാപകർക്കാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആദ്യം ഇത്തരത്തിലുള്ള പരിശീലന കളരികൾ നടത്തേണ്ടത്, അത് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകേണ്ടത് പ്രവാസത്തുള്ള അധ്യാപകർക്കിടയിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും എനിക്കും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പ്ലാനിങ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ പ്ലാനിങ് ഇംപ്ലിമെന്റേഷൻ, പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഇതിനകത്ത് CBSEയിലേക്ക് വരുമ്പോ ഇപ്പോ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് തന്നെ പ്രോബ്ലം സോൾവിംഗ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അസസ്മെന്റ് ഒക്കെ നല്ലത് തന്നെയാണ്. പ്രോബ്ലം സോൾവിംഗ് അസസ്മെന്റ് ശരിക്കും നല്ലതാണ്. ഇപ്പൊ ഇതിനകത്ത് ധൃതി പിടിച്ച് പെട്ടെന്ന് ഒരു സർക്കുലർ വരികയും അതിനെപ്പറ്റി ഒരു കറക്റ്റ് ഐഡിയ സ്കൂളുകൾക്ക് കൊടുക്കാതെ ഉള്ള ഒരു ചില സമീപനം CBSEയുടെ ഭാഗത്ത് നിന്ന് ചില സമയങ്ങൾ വരാറുണ്ട്. അപ്പോ അതുപോലെ തന്നെ ട്രെയിനിങ്ങിന്റെ അപര്യാപ്തത അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ അസസ്മെന്റ് ഓഫ് സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗില് ഇപ്പൊ ട്രെയിനിങ് നമുക്ക് പിന്നെ UAEയിലെ ഒരു ചെറിയ ഭാഗത്ത് ചെറിയൊരു സ്കൂളുകളെ മാത്രം ഏർപ്പെടുത്തിക്കൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി. പക്ഷെ അത് കുവൈറ്റിലേക്കോ സൗദിയിലേക്കോ മറ്റുള്ള ചില ഭാഗങ്ങളിലേക്കോ ഒന്നും കൊടുക്കുകയുണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ അതിനെപ്പറ്റി അത് കുറെ നമുക്ക് പിന്നെ സൈറ്റിൽ അതിന്റെ അപ്ലോഡിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു പരിധി വരെ ശരിയാണ്. എങ്കിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ട്രെയിനിങ് കിട്ടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ശരിക്കും ഏറെയാണ്. കാരണം ഇതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്ന കുട്ടികളാണ്. അപ്പൊ കുട്ടികളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിപ്പോ ഡോക്ടർ സനൽകുമാർ പറഞ്ഞതുപോലെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ എന്താ പറയാ പ്രധാനപ്പെട്ട അവരുടെ അന്തരീക്ഷം, വളർന്നു വരുന്ന അന്തരീക്ഷം ഏതാണോ അതിനനുസരിച്ചാണ് കുട്ടികൾ വളരുക. പക്ഷേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലേക്ക് വരുമ്പോൾ ആ സ്കൂളിൽ നിന്ന് നല്ല ഉത്തരവാദിത്ത മൂല്യബോധമുള്ള കുട്ടികൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് വേണ്ട രീതിയിലുള്ള പ്രൊഡക്ട്സിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ ഇതൊരു പേപ്പറിൽ എഴുതി കൂടാതെ മറിച്ച് നമ്മൾ പേപ്പറിൽ മാത്രം ചേഞ്ച് എന്ന് പറയാൻ നമുക്കറിയാം, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ആ ചേഞ്ചിൽ കൂടി മുന്നോട്ട് പോയേ മതിയാവുള്ളൂ. പുതിയൊരു സിനാരിയോ നമുക്ക് ഫേസ് ചെയ്യുന്നതിന് അത് ആവശ്യമാണ്. അപ്പൊ ഇതൊരു പേപ്പറിൽ കൂടിയുള്ള ഒരു